സോ അടുത്ത വീഡിയോ ചാപ്റ്റർ 8-ൻ്റെ ആണ്. ഈ ചാപ്റ്ററിൽ വീണ്ടും നമ്മൾ ഇംപ്രസ് ഉപയോഗിച്ചിട്ടൊരു പ്രസൻറ്റേഷൻ ഫയൽ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്യേണ്ടത് പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്, എന്നിട്ട് അതിനെ ബോൾഡ് ആക്കുക, അതിൻ്റെ സൈസ് 16 ആക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലൊരു പിക്ചർ പ്രൊവൈഡ് ചെയ്യാനുണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കണം. അതിൻ്റെ കണ്ടൻറ്റ് ഹെഡിങ് പ്ലാന്റ് മോർ ട്രീസ് ആക്കുക. അതിൽ രണ്ടാമത്തെ സ്ലൈഡിൽ ഒരു വീഡിയോ ഇൻസേർട്ട് ചെയ്യുക. ഇത്രയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പൺ ഓഫീസ് എടുക്കുക, ആപ്ലിക്കേഷൻസ് ഇതിൽ പോയിട്ട് ഓഫീസ് എടുക്കുക, ഓഫീസിൽ ലിബ്രെ ഓഫീസ് ഇംപ്രസ് എടുക്കുക. അപ്പോൾ വീഡിയോ ഓഫീസ് ഫയല് ഇംപ്രസ് ഫയൽ ഓപ്പണായി വരുന്നതായിരിക്കും. അതിലൊരു ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ സ്ലൈഡ് തന്നെ എടുക്കുക. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഹെഡിങ് ടൈപ്പ് ചെയ്യേണ്ട ആണ്. അപ്പോൾ ഹെഡിങ് കൊടുക്കേണ്ടത് എന്താണ്, പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ് എന്നാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാം. പ്രൊട്ടക്റ്റ് അവർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ബോൾഡ് ആക്കാനും ഇതിൻ്റെ ഫോണ്ട് സൈസ് 16 ആക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈസ് മാറ്റാനും അതിൻ്റെ ബോൾഡ് ആക്കാനുമായിട്ട് നിങ്ങൾക്ക് ഫോർമാറ്റിൽ ക്യാരക്ടർ എടുക്കുക. ആ ക്യാരക്ടറിൽ ഇവിടെ ബോൾഡാക്കി കൊടുക്കുക, പിന്നെ സൈസ് 16 ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻസേർട്ട് ഇമേജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പടം സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് ഈ സ്ലൈഡിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സ്ലൈഡിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സെക്കൻഡ് സ്ലൈഡായിട്ട് വന്നതായിട്ട് കാണാം. അതിൻ്റെ ഹെഡിങ് മാറ്റാനാണ് നമ്മളോട് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ഹെഡിങ് എന്തായിട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്, പ്ലാന്റ് മോർ ട്രീസ് എന്ന് പറഞ്ഞിട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് സെക്കൻഡ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് സ്ലൈഡിൻ്റെ ഹെഡിങ് അവിടെ നമ്മൾ മാറ്റി കൊടുക്കുക, പ്ലാന്റ് മോർ ട്രീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഒരു വീഡിയോ ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വീഡിയോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട് എടുക്കുക. ഇൻസേർട്ടിൽ ഒരു ഓഡിയോ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അത് വന്നോളും. അപ്പോൾ അത് അവിടെ ഒരു വീഡിയോയുടെ ഇത് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ഫയൽ എടുത്തിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ എവിടെ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമുക്ക് ഇഷ്ടമുള്ളയിടത്ത് കൊണ്ടുപോയി സേവ് ചെയ്യേണ്ടതാണ്. അപ്പം ഞാനിപ്പോൾ ഹ്യൂമാനിറ്റീസിലാണ് സേവ് ചെയ്യുന്നത്. ഏതാ ഫോൾഡർ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നോർമലി പരീക്ഷയ്ക്കാണ് വരുന്നതെങ്കിൽ എക്സാം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. അതിൻ്റെ അകത്ത് വേണം പോയി സേവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് എൻവയോൺമെൻറ്റെന്നോ എന്തെങ്കിലും പേര് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് സേവ് ആവുന്നതായിരിക്കും. .odp എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്റ്റൻഷൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതൊന്ന് റൺ ചെയ്ത് കാണണമെങ്കിൽ സ്ലൈഡ് ഷോ എടുക്കുക, സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്ലൈഡ്, പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്. സെക്കൻഡ് സ്ലൈഡ് കാണണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോയുടെ റണ്ണിങ് സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു ഇത് ചെയ്യുന്ന പ്രസൻറ്റേഷൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന്. ഓക്കെ, താങ്ക് യു.